അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ടെയിൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു പഴുത്ത നേന്ത്രപ്പഴം അതുപോലെ തന്നെ കുറച്ച് ദോശമാവും കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 അച്ച് ശർക്കരയും ഒരു ചെറിയ ശർക്കരയും കൂടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കൊരു പാൻ എടുക്കാം. പാനിലൂടെ നമ്മൾ ഉരുക്കി വെച്ചിട്ട് ശർക്കര ഉണ്ടല്ലോ അതൊന്ന് അരിച്ചൊഴിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഒരു പഴുത്ത നേന്ത്രപ്പഴം ഞാൻ അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ നോക്കുക. പച്ച നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഇതായി കിട്ടില്ല, ഉടഞ്ഞ് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ നേന്ത്രപ്പഴം കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറ്റിയിട്ട് ആ പാനിൽ വിട്ട് വരുന്ന ആ പരുവം വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഈ പഴം നമുക്ക് ഇടയ്ക്കൊന്നിങ്ങനെ തവി വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം. പിന്നെ ശർക്കരയും തേങ്ങയും പഴം എല്ലാം ആ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ പഴമൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടും വേണം കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊട്ടുകടല ഇല്ലെങ്കിൽ കാഷ്യൂനട്ട് ചോപ്പ് ചെയ്തതോ ബദാം ചോപ്പ് ചെയ്തതോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊട്ടുകടലയാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളൊന്ന് ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടോ, നമ്മളുടെ ആ തേങ്ങയും ശർക്കരയും പഴമൊക്കെ നന്നായിട്ട് തന്നെ വരണ്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പാനിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്ന ആ പരുമ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിങ്ങനെ സ്പൂണ് വെച്ചിട്ടൊന്ന് ബോളാക്കി നോക്കുകയാണ്. നമുക്ക് ബോളാക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവം ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ പഴം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പഴമൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് ഒരു ബോളാക്കി നോക്കാം, ബോളാക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കാം കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത്രയും മതി. പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ആ ഒരു ചൂടിൽ വേണം ഇതൊരു ബോളാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കിയിട്ട് ഒന്ന് ചൂടാറ്റി എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ബാക്കി വന്ന ദോശമാവാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു കയ്യിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നിയിട്ടെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടിപ്പോവരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുവിധം കട്ടി വേണം കേട്ടോ. എന്നാലേ നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഇതിൽ മുക്കിയിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മളുടെ മാവിന് വേണ്ടത്. നമ്മുടെ ദോശമാവിനെക്കാട്ടും കുറച്ചും കൂടി ഒന്ന് കട്ടി വേണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാൻ വെക്കാം കേട്ടോ. ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കയ്യിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ പുരട്ടിയതിന് ശേഷം നമുക്കിതിങ്ങനെ ബോളാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ കയ്യിൽ എന്തെങ്കിലും വെള്ളം ആക്കിയാലും മതി, അല്ലെങ്കിൽ കയ്യിലൊക്കെ ഒട്ടി പിടിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഈ മാവിലോട്ട് മുക്കിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാതും ഇതേപോലെ ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പം ദോശമാവിൻ്റെ പുളിപ്പും പിന്നെ ഇതിൻ്റെ പഴത്തിൻ്റെയും ശർക്കരയുടെ മധുരമൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ റെസിപ്പിക്ക്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാതും ഞാനിങ്ങനെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ബോളും ഇതേപോലെ മാവിൽ മുക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ദോശമാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ 4 മണിക്കൊക്കെ നമ്മൾ വെറൈറ്റി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കില്ലേ, അങ്ങനെയൊക്കെ അതിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ദോശമാവ് ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ 2 സൈഡും നമുക്കിത് ബ്രൗൺ കളർ ആവുന്ന വരെ
തിരിച്ചും മറിച്ചിട്ടിട്ടെടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ തിരിച്ചും മറിച്ചിട്ടെടുത്തിട്ട് നമുക്ക് എല്ലാതും ഇതേമാതിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ചാനലിൽ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. അപ്പോൾ കണ്ടോ, നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ചും മറിച്ചിട്ടെടുത്തിട്ട് രണ്ട് സൈഡും നല്ലോണം തന്നെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേമാതിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, ഞാൻ പറഞ്ഞില്ല, മുകളിൽ നല്ല ക്രിസ്പി ആയിട്ടാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.